നമസ്കാരം. പാഷനേറ്റ് ഫാർമറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളുള്ളത് കുന്നംകുളത്താണ്. കുന്നംകുളത്തിൻ്റെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന അൽ സലാം എന്ന ഒരു ബിൽഡിംഗ് സമുച്ചയത്തിലാണ് നമ്മളുള്ളത്. നമ്മളിവിടെ വന്നിട്ടുള്ളത് ഇതിൻ്റെ ഓണറായ സലാം സാർ. അദ്ദേഹം ഒരു കർഷകനും കൂടിയാണ്. നമ്മൾ പണ്ടത്തെ കാലം മുതലേ നമ്മൾ ടെറസിൻ്റെ മുകളിലും ഒക്കെ ആയിട്ട് കൃഷി ചെയ്യുന്നുണ്ട്. പക്ഷെ അതൊരു ആധുനിക കൺസെപ്റ്റായിട്ട് നമ്മുടെ നാട്ടിൽ ഉരുത്തിരിഞ്ഞു വന്നത് കഴിഞ്ഞ ഒരു 10-15 വർഷത്തിൻ്റെ ഉള്ളിലാണ്. അപ്പോൾ സാധാരണ അത് ടെറസിൻ്റെ മുകളിലൊക്കെയാണ് കൃഷി ചെയ്യുക. ഇവിടെ സാറ് ചെയ്തിട്ടുള്ളത് ട്രസ് വർക്കിൻ്റെ മുകളിലാണ് റൂഫ് ടോപ്പ് ഗാർഡൻ ഒരുക്കിയിട്ടുള്ളത്. അതും ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ കൃഷി. അതെങ്ങനെയാണ് അദ്ദേഹം ചെയ്തിട്ടുള്ളതെന്ന് നമുക്ക് നോക്കാം. ഇതാണ് സലാം സാറ്. അദ്ദേഹം ദുബായിലും ഒക്കെ ബിസിനസ് ഉള്ള ഒരു ആളാണ്, കർഷകനാണ്. അങ്ങനെ ഒരു മൾട്ടി ടാസ്കിങ് കേപ്പബിലിറ്റി ഉള്ള ഒരാളാണ്. അദ്ദേഹത്തിൽ നിന്ന് നമുക്ക് കുറേ പഠിക്കാനുണ്ട്. അദ്ദേഹത്തിൻ്റെ കൃഷി രീതികളും കാര്യങ്ങളെല്ലാം നമുക്ക് അദ്ദേഹത്തോട് തന്നെ ചോദിച്ചറിയാം. നമുക്ക് ഗാർഡനിലേക്ക് പോകാം. പോയി നോക്കാം. ഇതാണ് നമ്മുടെ റൂഫ് ടോപ്പ് ഗാർഡൻ. ഇത് ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ കൃഷിയാണ്. സാധാരണ എല്ലാവരും ടെറസിൻ്റെ മുകളിലല്ലേ ചെയ്യുക. ഇത് ട്രസ് വർക്കിൻ്റെ മുകളിലാണ് സാർ ചെയ്തത്. സാറ് ഇതെങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്? ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ട്രസ് വർക്ക് ഓൾറെഡി സ്ലോപ്പ് ആണല്ലോ. അപ്പോൾ ആ സ്ലോപ്പിന്റെ മേലെ നമുക്ക് ഇതുപോലെ ഡ്രാഗൺ ഫ്രൂട്ട് കൃഷി ചെയ്യാനും നമുക്കതിൽ സഞ്ചരിക്കാനൊന്നും പറ്റില്ല. അപ്പോൾ നമ്മളത് ഈ സ്ലോപ്പ് ട്രസ് വർക്കിന്റെ മേലെ ഒരു പ്ലാറ്റ്ഫോം ഷീറ്റിൽ വെച്ചിട്ട് ചെയ്തിരിക്കുന്നത്, മെറ്റൽ വെച്ചിട്ട് തന്നെ ചെയ്തിരിക്കുന്നത്. ഇതിനെന്ത് ചെലവ് വന്നു? ഇത് എത്ര ആൾക്കാർക്ക് ക്യാരി ചെയ്യാൻ പറ്റും? ഇതിൽ ധാരാളം ആൾക്കാർക്ക് നിൽക്കാം, കുഴപ്പമില്ല. ഇത് ഒരു സ്ക്വയർ മീറ്ററിൽ ഏകദേശം നമുക്കൊരു 200 kg വരെ വെയിറ്റ് ബെയർ ചെയ്യും. ഇത് അധികം ചെലവ് വരും? ഇത് ഇല്ല, ഒരുപാടൊന്നും വരില്ല. ഇത് ചെയ്യാൻ പറ്റിയ ഏകദേശം ഒരു 2 ലക്ഷം രൂപയുടെ മീതെ ചെലവ് മൊത്തം സെറ്റിങ്സ് വന്നിട്ടുണ്ടാവും. പിന്നെ ഇതിനുള്ള ജലസേചനമൊക്കെ എങ്ങനെയാണ് കൊടുക്കുന്നത് സാർ? ജലസേചനം നമ്മൾ ട്രിപ്പ് ഇറിഗേഷനാണ് ചെയ്തിരിക്കുന്നത്. ഇറിഗേഷൻ അത് ഓട്ടോമേറ്റഡ് ആണ്. നമ്മൾ ഡെയിലി വന്നിട്ട് നോക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതിനൊരു സോളിനോയിഡ് വാൾവ് എല്ലാം വെച്ചിട്ട് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ആക്ച്വലി ഞാൻ ടെക്നിക്കൽ ഇതാണ് എൻ്റെ ബേസിക്. നമ്മൾ ആ വർക്ക് തന്നെയാണ് നമ്മൾ ഗൾഫിലൊക്കെ ചെയ്യുന്നത്. ഇലക്ട്രോണിക്സ് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അപ്പോൾ ട്രിപ്പ് ഇറിഗേഷൻ പിന്നെ നമുക്ക് എല്ലാവർക്കും ഇപ്പോൾ സുപരിചിതമാണല്ലോ. അപ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ ഒരു ഓട്ടോമേഷൻ ഒരു ഡിവൈസ് എല്ലാം വെച്ചിട്ട് സെറ്റ് ചെയ്തിരിക്കുകയാണ്, ടൈമർ വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഡെയിലി 2 നേരം കൃഷിക്ക് വെള്ളം കറക്റ്റായി കിട്ടും. അപ്പോൾ ഇതിനെ പ്രത്യേകിച്ച് ഈ ഡ്രാഗൺ ഫ്രൂട്ട് കൃഷിക്ക് വേണ്ടത് വെയിലും വെള്ളമാണ് വേണ്ടത്. അപ്പോൾ ഈ ബിൽഡിങ്ങിൻ്റെ മേലെ ആയതുകൊണ്ട് വെയിൽ ധാരാളമായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ബിൽഡിങ്ങിൻ്റെ മേലെ ഇങ്ങനെ ഡ്രസ് വർക്ക് ചെയ്തപ്പോൾ ഇങ്ങനെ ഫ്രീ ആയിട്ട് വെയിൽ കിടക്കുന്നുണ്ടപ്പോൾ നമ്മൾ എന്താ ചെയ്യാന്നുള്ളൊരു യൂട്ടിലൈസ് ചെയ്യാൻ തോന്നി. അപ്പോൾ ഒരു സൈഡിൽ നമ്മൾ സോളാർ പാനൽ വെച്ചിട്ട് ഓൺ ഗ്രിഡ് ചെയ്തിട്ടുണ്ട്. ഈ സൈഡിൽ എന്തെങ്കിലും ചെയ്യണം എന്ന് തോന്നിയപ്പോഴാണ് ഇങ്ങനെ ഒരു ചെയ്തത്. സാറിന് വരുമാനം കിട്ടാറുണ്ട്? കഴിഞ്ഞ സീസണിൽ ധാരാളം നമ്മൾ ഇന്ന് ഡ്രാഗൺ ഫ്രൂട്ട് പൊട്ടിച്ചു. ഇപ്പോൾ അടുത്ത സീസൺ ആവാൻ പോകുന്നുള്ളൂ. അപ്പോൾ സാറ് ഇതിന്റെ കോസ്റ്റ് കുറഞ്ഞ മെത്തേഡ് തന്നെ ഉപയോഗിച്ചിട്ടുള്ളല്ലേ? വേസ്റ്റ് ഇതെല്ലാം ബക്കറ്റുകൾ, പെയിന്റ് ബക്കറ്റ്. ഈ പൈപ്പ് എന്തിനാ ഉപയോഗിച്ചിട്ടുള്ളത്? അത് ഡ്രെയിനേജ്, അതായത് ഇപ്പോൾ ഇത് മെറ്റൽ ഷീറ്റാണല്ലോ മേലെ. നമ്മൾ ഈ വെള്ളം വാട്ടർ ജലസേചനം കൊടുക്കുമ്പോൾ അത് ഷീറ്റിന്റെ മേലെ വീണ്ടും തുരുമ്പെടുക്കാൻ ഉണ്ടാകുന്നുള്ള നിലക്ക് ഇതിലിപ്പോൾ നമ്മൾ വെള്ളം കൊടുക്കുമ്പോൾ അതിൽ ഇടയ്ക്ക് ഇപ്പോൾ യൂറിയ മറ്റുള്ളതൊക്കെ മിക്സ് ചെയ്യേണ്ട ആവശ്യം വരുമല്ലോ. അപ്പോൾ ആ കെമിക്കൽ ഈ മെറ്റൽ ഷീറ്റിൽ വീഴാതിരിക്കാൻ വേണ്ടിയിട്ട് അതിൽ വരുന്ന എക്സ്ട്രാ വരുന്ന വെള്ളം നമുക്ക് ഡ്രെയിനേജ് വഴി പുറത്തേക്ക് പോകില്ല. നമുക്ക് സാറ് ഓട്ടോമാറ്റിക് ജലസേചനാന്ന് പറഞ്ഞു. അതെ. അപ്പൊ അതിന് നമ്മൾ ഒരു വാൽവ് ഉണ്ടായിരിക്കുമല്ലോ. ആ വാൽവ് ഒന്ന് നമുക്ക് എങ്ങനെയാന്ന് പരിചയപ്പെടാൻ നിൽക്കുന്നത് ഇതാണ്. അതിൽ ഏകദേശം ഒരു 30,000 ലിറ്റർ വെള്ളം സ്റ്റോറേജുള്ളൊരു ടാങ്കാണ്. ഇതിനായിട്ട് ഏകദേശം 10 ഹൈറ്റിലാണ് അത് ഉള്ളത്. അപ്പോൾ അതിൽ വരുന്ന വെള്ളം ഇവിടെ ഒരു പൈപ്പ് 1.5 ഇഞ്ചിൻ്റെ പൈപ്പ് കൊടുത്തിട്ട് ഇവിടെ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമ്മളൊരു സോളിനോയിഡ് വാൾവാണത്. എന്താ ഈ സോളിനോയിഡ് വാൽവ്? ഇത് മോട്ടർ ഉപയോഗിച്ചിട്ടാണ് വരുന്നത്? അല്ല, ഇത് മോട്ടറല്ല, ജസ്റ്റ് ഒരു റിലേ മാത്രമാണ്. ഇതാണ് അതിൻ്റെ റിലേ. അത് ചെറിയ ഒരു 2 വാട്ട്സ് മാത്രം എടുക്കുന്ന ചെറിയൊരു 2 വാട്ട്സ് മൊബൈൽ ചാർജ് ചെയ്യുന്ന അത്രേ വരുള്ളൂ. ഈ വാൾവ് നമ്മൾ ഇതിലോട്ട് 220 വോൾട്ട്
അപ്ലൈ ചെയ്ത് കഴിഞ്ഞാലും ഈ വാൾവ് ഓപ്പൺ ആയിട്ട് ഇതിന് എല്ലാ ചെടിക്കും വെള്ളം ഒരേ സമയത്ത് തന്നെ കിട്ടും. ഈ 2 പൈപ്പിലൂടെയാണ് അതിൻ്റെ ഔട്ട്പുട്ട് വരുന്നത്. ഇത് ഓണായി കഴിഞ്ഞാൽ ഇത് അതായത് ഇത് ഇലക്ട്രിഫൈഡ് വാൽവാണ്. ഇലക്ട്രിഫൈഡ് വാൾവാണ്. അത് നമ്മൾ സ്വിച്ച് ഞെക്കി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ ഞെക്കില്ല. നമ്മളിവിടെ ഒരു ടൈമർ വെച്ചിട്ടുണ്ട്. 4/7 ഓണാണ് ഈ ടൈമർ. ഓക്കെ. ഇതിൽ ബാറ്ററി ഉണ്ടോ? അതിൽ ബാറ്ററി ഉണ്ട്. കറണ്ട് പോയി കഴിഞ്ഞാലും മാറില്ല. ഒരിക്കൽ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ലൈഫ് ടൈമാണ് അത്. നമ്മൾ വേറെ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. ഓക്കെ. അപ്പോൾ ഈ ടൈമർ ഓട്ടോമാറ്റിക് അത് ടൈം ആയി കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ വെച്ചിട്ടുള്ളത് ഈവനിങ്ങിൽ 6 o'clock വെച്ചിട്ടുണ്ട്, മോർണിംഗ് 6 o'clock വെച്ചിട്ടുണ്ട്. ഈ 2 ടൈമിനും ഒരു 10 മിനിറ്റ് എല്ലാ ചെടിക്കും ഒരേ സമയം വെള്ളം കിട്ടും. ഓക്കെ സാർ ഇത് വേണമെങ്കിൽ മാനുവലായിട്ട് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഇത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ മാനുവലായിട്ട് ഇപ്പോൾ ടൈമർ ഓൺ ആയി. ഇവിടെ ലൈറ്റ് വന്നു. ഓക്കെ. സൗണ്ട് കേട്ടല്ലോ, അത് ഓൺ ആയി. ചെടിയുടെ കിടക്കി വെള്ളം വന്നുകൊണ്ടിരിക്കുന്ന സൗണ്ടാണ് കേൾക്കുന്നത്. ഓക്കെ. ഓഫ് ചെയ്യണമെങ്കിൽ അത് നമ്മൾ വീണ്ടും അത് ഓട്ടോമാറ്റിക് തന്നെ കൊണ്ടുപോകാം. ജസ്റ്റ് ഇത് വീണ്ടും പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ഓഫായി. ഇപ്പോൾ ഇത് ഫുൾ ടൈം ഓഫാണ്. ഇനി ഇത് വീണ്ടും പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് സെൻട്രൽ ഓട്ടോ ഇവിടെ ഇതുണ്ട്. ഓക്കെ. ആ പോയിന്റിൽ വന്നു കഴിഞ്ഞാൽ ഇനി അത് ഈവനിങ് 5 o'clock 6 o'clock വേണം. നമ്മൾ സലാം സാറ് പറഞ്ഞ കാര്യം ഒന്നും കൂടി ഒന്ന് ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് നോക്കാം. അതെങ്ങനെയാണ് സാറിത് ഓട്ടോമാറ്റിക്കാക്കി മാറ്റിയിട്ടുള്ളത് എന്നുള്ളത്. ഇത് സാധാരണ ഒരു സിസ്റ്റം എങ്ങനെ അത് ഓട്ടോമാറ്റിക്കാക്കി മാറ്റി എന്നുള്ളത് നമുക്ക് ഒന്നും കൂടി ആൾ ചിന്തിച്ച വഴിയിലൂടെ ഒന്ന് സഞ്ചരിച്ച് നോക്കാം. അപ്പം നമ്മൾ സാധാരണഗതിയിൽ ചെടി നനയ്ക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യം നമ്മൾ പൈപ്പ് കുത്തി നമ്മളിങ്ങനെയാണ് സാധാരണ രീതിയിൽ ചെടി നനയ്ക്കും. ഈ ഒരു പ്രവർത്തനത്തിൻ്റെ ലിമിറ്റേഷൻസ് എന്താണെന്ന് അറിയും. കാരണം ഒരുപാട് വെള്ളം വേസ്റ്റായി പോകും, ഭയങ്കര ടൈം കൺസ്യൂമിങ് ആണ്. പിന്നെ ലോസ് ഓഫ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്. ഇത് ഈ നനയ്ക്കുന്ന സമയം നമുക്ക് വേറെ ഏതെങ്കിലും ജോലി ചെയ്യാം, ഇതിനായിട്ട് ഒരാൾ മെനക്കെട്ട് നിൽക്കണം. അപ്പോൾ ഈ പ്രശ്നം എങ്ങനെ നമുക്ക് പരിഹരിക്കാം എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ സാറ് പറഞ്ഞിട്ടുള്ളത് ഇതിൽ സോളിനോയിഡ് വാൽവ് എന്നൊരു കൺസെപ്റ്റ് പറഞ്ഞു, ടൈമർ എന്നുള്ള കൺസെപ്റ്റ് പറഞ്ഞു. അത് രണ്ടും എങ്ങനെയാണ് ഉപയോഗിക്കുക എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ചെടി നനയ്ക്കുന്നത് ഓട്ടോമാറ്റിക് ആക്കണം എന്നുണ്ടെങ്കിൽ ആദ്യം വേണ്ടത് സോളിനോയിഡ് വാൽവാണ്. സോളിനോയിഡ് വാൽവാണിത്. ഇതിന് 315 രൂപയാണ് ഇതിന് വരുന്നത്. 1/2 ഇഞ്ചിൻ്റെ സോളിനോയിഡ് വാൽവാണിത്. അപ്പോൾ സാർ ഉപയോഗിച്ചിട്ടുള്ളത് കുറച്ചും കൂടിയും വലിപ്പം കൂടിയ സോളിനോയിഡ് വാൽവാണ്. നമ്മളിതൊരു ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ സാധാരണഗതിയിൽ ചെടി നനയ്ക്കാൻ 1/2 ഇഞ്ചിൻ്റെ മതി സോളിനോയിഡ് വാൽവ്. കണ്ട, ഇതിനൊരു കറണ്ട് കൊടുക്കാനുള്ള ഇൻപുട്ട് യൂണിറ്റ് ഉണ്ട്. പിന്നെ ഇങ്ങനെയാണ് സാധാരണ വരുന്നത്. ഇവിടെ ഞാനൊരു പൈപ്പിൻ്റെ ഇത് സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇത് സാധാരണഗതിയിൽ ക്ലോസ്ഡ് ഫോർമാറ്റിലാണ് വരിക. കറണ്ട് കൊടുക്കുമ്പോൾ ഇത് ഓപ്പൺ ആവും. അതാണ് സോളിനോയിഡ് വാൽവ്. നമുക്ക് ഈ സോളിനോയിഡ് വാൽവ് എങ്ങനെ വർക്ക് ചെയ്യാമെന്ന് ആദ്യം നോക്കാം. അപ്പോൾ സോളിനോയിഡ് വാൽവ് ഫിറ്റ് ചെയ്യാൻ പോവാണ് ഞാൻ. അതിനാദ്യം ഞാൻ ത്രെഡിങ്ങുള്ള ഒരു ഇത് മേടിച്ചു, ജോയിൻറ്റ് മേടിച്ചു. ഇതേ ഞാൻ അത് കയറ്റുന്നു. പിന്നെ നമുക്ക് പൈപ്പ് കുത്താൻ വേണ്ടിയിട്ടേ ഒരു പിന്ന് മേടിച്ചിട്ടുണ്ട്. അത് പൈപ്പ് മേടിച്ച് ഇങ്ങനെ സെറ്റ് ചെയ്യുന്നു. ഇതൊക്കെ നമുക്ക് പ്ലംബിംഗ് കടയിൽ കിട്ടും, ഇതിൻ്റെ എല്ലാ സെറ്റിങ്സും. ഇവിടെ നമുക്ക് പൈപ്പ് കുത്തണമെന്നുണ്ടെങ്കിൽ ഇത് വെച്ച് നമ്മൾ ത്രെഡിങ് ചെയ്തു. ഓക്കെ. ഇനിയിപ്പോൾ ഈ വാൽവിലേക്ക് നമുക്ക് കറണ്ട് കൊടുക്കണം. കറണ്ട് കൊടുക്കാൻ നമ്മൾ ഇങ്ങനത്തെ ഒരു പിന്ന് മേടിച്ചിട്ടുണ്ട്. ഇത് സാധാരണ ഇതിൽ വണ്ടിയിലൊക്കെ സാധനങ്ങൾ വിൽക്കുന്ന കമ്പനിയിൽ നിന്നാണ് നമുക്ക് കിട്ടുക. ഓട്ടോമൊബൈൽസിൻ്റെ സ്പെയർ പാർട്സ് കടയിൽ നിന്ന് 2 രൂപ 50 പൈസയാണ് ഇതിൻ്റെ വില. അപ്പോൾ നമ്മൾ ഒരു വയറേറെ തലപ്പത്ത് ഇത് ഫിറ്റ് ചെയ്യാൻ പോവുകയാണ്. ഇതിങ്ങനെ വെച്ചിട്ട് നമ്മൾ ഒരു പ്ലെയർ എടുത്തിട്ട് അമർത്തുക. കണ്ട, അപ്പോൾ അത് സെറ്റായി. ഇനി നമുക്ക് ഈ സോളിനോയിഡ് വാൽവിലേക്ക് കറണ്ട് കൊടുക്കാം. അപ്പോൾ നമ്മളിതിലേക്ക് വയർ ഫിറ്റ് ചെയ്തു, പിന്നെ ഇതിങ്ങനെ സെറ്റ് ചെയ്തു. ഇനി വെള്ളം കൊടുക്കണം. നമ്മൾ പൈപ്പ് എടുത്തിട്ട് ഇതിലേക്ക് ഫിറ്റ് ചെയ്യണം. നമ്മൾ വാൽവ് സെറ്റ് ചെയ്തു, കറണ്ടിൻ്റെ ഭാഗം ക്ലിയർ ചെയ്തു. ഇനി വെള്ളം കൊടുക്കുകയാണ്. ഇതിൻ്റെ ഇൻപുട്ട് എന്നുള്ള ഭാഗത്തേക്ക് നമ്മൾ വെള്ളം ഇൻസേർട്ട് ചെയ്യണം. കണ്ടില്ലേ? അപ്പോൾ ഇതിലെന്ത് സംഭവിക്കണം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മൾ പൈപ്പ് ഓണാക്കി.
ഓണാക്കിയപ്പോൾ ഇതിൽ കൂടെ വെള്ളം വരുന്നില്ല. അതായത് ഞാൻ പറഞ്ഞില്ലേ ഇത് ക്ലോസ്ഡ് ഫോർമാറ്റ് ആണ്, അതുകൊണ്ടാണ് ഇതിൽ വെള്ളം വരാത്തത്. ഇനി നമുക്കിതിൽ വൈദ്യുതി കൊടുത്ത് നോക്കാം. പൈപ്പ് ഓപ്പണാക്കി വെള്ളം വരുന്നുണ്ട്. അതെ, സ്വിച്ച് ഇട്ടപ്പോൾ പൈപ്പ് ഓണായി, സ്വിച്ച് ഓഫ് ചെയ്തപ്പോൾ പൈപ്പ് ഓഫായി. ഇതാണ് സോളിനോയിഡ് വാൽവ്. അതായത് നമ്മൾ ഈ പൈപ്പ് ഓപ്പൺ ചെയ്യുന്ന ഒരു പ്രവർത്തനം നമ്മൾ ഇലക്ട്രിഫൈ ചെയ്തു, കറണ്ടിലേക്ക് മാറ്റി. അപ്പോഴും നമുക്കിത് ഓട്ടോമാറ്റിക് ആയിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ചെങ്കിൽ ഇത് സ്വിച്ച് ഇടാനും ഓഫ് ചെയ്യാനും ഒരാൾ വേണം. അപ്പോൾ ഇവിടെ സാറ് ഉപയോഗിച്ചിട്ടുള്ള എന്താണ്, ഞാനത് ചോദിച്ചപ്പോൾ ആൾ പറഞ്ഞു നമ്മൾ സ്വിച്ച് ഇടില്ല, അതിന് ഇവിടെ ടൈമർ ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ടൈമർ എന്താണെന്ന് നമുക്ക് നോക്കാം. ഇതാണ് ടൈമർ. നമ്മുടെ പ്രവർത്തനങ്ങൾ ഓട്ടോമാറ്റിക് ആക്കി മാറ്റുന്ന ഒരു സാധനമാണ് ടൈമർ. ഇതിന് 578 രൂപയാണ് വരുന്നത്. ഇത് ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിയതാണ്. ഇതിൻ്റെ ഉള്ളിൽ ഇതെങ്ങനെ പ്രവർത്തിക്കുക എന്നുള്ള ഒരു കാറ്റലോഗ് ഉണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് അത് പിടിക്കട്ടെ. അപ്പോൾ ഇതാണ് ടൈമർ. നമുക്ക് പല മോഡൽ ടൈമർ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഞാൻ മേടിച്ചിട്ടുള്ള ഈ ടൈമറാണ്. സാറ് ഫിറ്റ് ചെയ്തിട്ടുള്ള ഇതാണ് ഫ്രണ്ടിയർ ഡിജിറ്റൽ ടൈമർ എന്നാണ് ഇതിൻ്റെ പേര്. ഓക്കെ, ഇതിനൊരു ക്യാപ്പ് ഉണ്ട്. ഈ ക്യാപ്പ് തുറന്നാലേ നമുക്ക് ടൈമർ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ടൈമർ നമുക്ക് റീസെറ്റ് ബട്ടൺ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ടൈമർ ഓൺ ആവും. ഇനി ഇതിൻ്റെ ക്ലോക്ക്, ഈ ടൈമറിൻ്റെ ഉള്ളിൽ ഒരു ബാറ്ററി ഉണ്ട്, അതിൻ്റെ ഉള്ളിൽ ക്ലോക്ക് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ക്ലോക്കിൽ ആദ്യം തന്നെ സമയം ശരിയാക്കണം. ഈ ക്ലോക്ക് അമർത്തി പിടിച്ചിട്ട് ഹവർ ഇപ്പോൾ എത്ര മണിയായി എന്നുള്ളത് നമ്മൾ സെറ്റ് ചെയ്യണം. ഇപ്പോൾ സമയം വരുന്നത് 9:28. അപ്പോൾ നമുക്കിതിൽ ആദ്യം തന്നെ സമയം സെറ്റ് ചെയ്യണം. ക്ലോക്ക് അമർത്തി പിടിച്ചിട്ട് ഹവർ 9:28. ഇപ്പോൾ ഇത് സേവ് ആയി. ഇത് റെയിൽവേ ടൈമിലാണ് ഇത് വർക്ക് ചെയ്യുക. ഇനി നമുക്ക് വേണ്ടത് ടൈമർ സെറ്റ് ചെയ്യാണ്. അതായത് നമ്മുടെ സോളിനോയിഡ് വാൽവ് എപ്പോഴാണ് തുറക്കേണ്ടത്, എപ്പോഴാണ് അടയ്ക്കേണ്ടത് എന്നുള്ളതാണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ടൈമർ സെറ്റ് ചെയ്യാൻ വേണ്ടി ടൈമർ എന്നുള്ള ബട്ടൺ ഞെക്കുന്നു. അപ്പോൾ ഇവിടെ 1 എന്ന് കാണിച്ചില്ലേ, ഇതിൽ 1 ഓണ് എന്ന് കാണിച്ചു. അത് ടൈം ഓണാവുന്ന സമയമാണ്. ഇതിൽ 17 ടൈം വരെ നമുക്ക് 17 തരം ടൈം നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഒന്നാമത്തെ സമയം നമ്മൾ സെറ്റ് ചെയ്യാൻ പോണ്. ഇപ്പോൾ 9:35 നമ്മൾ വയ്ക്കാൻ പോവാണ്. ഇവിടെ ദിവസം കാണിക്കുന്നുണ്ട്, മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ. ഇപ്പോൾ ഡെയിലി ആണെങ്കിൽ നമ്മൾ അതങ്ങനെ കൊടുക്കുക. 9:35 നമ്മൾ ടൈം സെറ്റ് ചെയ്യാൻ പോവാണ്. ഇനി ഒന്നും കൂടി നമ്മളത് ഞെക്കുന്നു. അപ്പോൾ ഓഫ് ടൈം, ഒന്നാമത്തെ ടൈമറിൻ്റെ ഓഫ് ടൈമാണ് അത് ചോദിക്കുന്നത്. അതെങ്ങനെയാണ് നോക്കുക. നമുക്ക് 9:40 ഇത് ഓഫ് ആവണം എന്നുള്ളതാണ് നമ്മൾ ഇതിൽ പറയുന്നത്. അപ്പോൾ 9:40 നമ്മൾ സെറ്റാക്കി. അപ്പോൾ നമ്മുടെ ടൈം സെറ്റായി. ഈ ടൈമറിൽ എങ്ങനെയാണ് നമുക്ക് കറണ്ട് കൊടുക്കുക, എങ്ങനെയാണ് നമ്മുടെ വാൽവിലേക്ക് സെറ്റ് ചെയ്യുക എന്നുള്ളത് നമുക്ക് നോക്കാം. ഇതിൽ ഇൻപുട്ട് എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്, ഔട്ട്പുട്ട് എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. ഇൻപുട്ട്, ഔട്ട്പുട്ട്. അപ്പോൾ ഇൻപുട്ടിലേക്ക് നമ്മൾ പ്ലഗ് ഉള്ള ഭാഗം കൊടുക്കുക. അപ്പോൾ ഇൻപുട്ടിലേക്ക് നമ്മൾ ഈ പ്ലഗ് കണക്ട് ചെയ്യാൻ പോകണം കേട്ടോ. കണ്ടില്ലേ, ഇത് പരസ്പരം കൂട്ടിമുട്ടാണ്ടൊക്കെ നോക്കണേ. ഇൻപുട്ടിലേക്ക് കൊടുത്തു. ഇനി ഔട്ട്പുട്ട് നമ്മുടെ വാൽവിലേക്കാണ് നമ്മൾ കൊടുക്കാൻ പോകുന്നത്. അതും ഞാനിവിടെ, അതിന് മുമ്പ് നമുക്ക് ഇതൊന്ന് ഇൻസുലേഷൻ ടാപ്പ് ചുറ്റണം, പരസ്പരം കൂട്ടിയിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. ഇവിടെ ഇൻസുലേഷൻ ചുറ്റി.
അല്ല ടൈമറിലേക്ക് നമ്മൾ ഇത് ഔട്ട്പുട്ട് കണക്ട് ചെയ്യാൻ പോകണം. ഓക്കെ, കണക്ട് ചെയ്തു. ഇനി ഇതിൻ്റെ ഔട്ട്പുട്ട് നമ്മുടെ വാൽവിലേക്ക് കണക്ട് ചെയ്യാൻ പോവാണ്. സോളിനോയിഡ് വാൽവിലേക്ക് നമ്മൾ കണക്ട് ചെയ്യാൻ പോവാണ്. കണക്ട് ചെയ്തു. ഇനി ഇതിലേക്ക് നമ്മൾ വെള്ളം കൂടി കണക്ട് ചെയ്യാൻ പോവാണ്. ഇതെങ്ങനെ വർക്ക് ചെയ്യുന്നുള്ളത് നമുക്ക് നോക്കാം. നമ്മൾ 9:35 നമ്മൾ ടൈമർ സെറ്റ് ചെയ്തിട്ടുള്ളത്. നമ്മളിപ്പോൾ എല്ലാം സെറ്റ് ആക്കിയിട്ടുണ്ട്. ടൈമറിൽ സമയം കാണിക്കുന്നത് 9:34. ഇത് 9:35 ആകുമ്പോൾ എന്താ സംഭവിക്കണം നോക്കാം. കണ്ട 9:35 ആയപ്പോൾ വാൽവ് ഓപ്പണായി. ഇനി 9:40 ആകുമ്പോൾ വാൽവ് ഓഫ് ചെയ്യും. ഇതിലൊരു റെഡ് ബട്ടൺ കത്തുന്നില്ല, അതാണ് ടൈമർ ഓണാന്നുള്ളതിൻ്റെ ഒരു ഇൻഡിക്കേഷനാണ് അത് കേട്ടോ. ഓക്കെ, ഇപ്പോൾ 9:39 കൃത്യം സമയത്ത് അത് ഓഫായി. കണ്ട 9:40 ആയപ്പോൾ അത് ഓഫായി. മാനുവൽ എന്ന് പറഞ്ഞ സ്വിച്ച് എന്തിനാന്നുള്ളതാണ്. ഇത് സാധാരണ നമ്മുടെ മോട്ടറിൻ്റെ സ്വിച്ച് പോലെ നമ്മൾ സാധാരണ സ്വിച്ച് ഇടില്ലേ, നമുക്ക് ഈ സ്വിച്ച് ഇട്ടത് ഓപ്പൺ ആവും. ഈ സ്വിച്ച് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നുകൂടി അമർത്തി കഴിഞ്ഞാൽ ഇത് ഓഫാവും. നമുക്ക് എപ്പോഴാണ് ആവശ്യം അപ്പോൾ ഒന്ന് സ്വിച്ച് ഇടുക, ഓപ്പൺ ആവും. ഇതൊന്നുകൂടി അമർത്തി കഴിഞ്ഞാൽ അത് ക്ലോസ് ആവും, സാധാരണ സ്വിച്ച് പോലെ. അപ്പോൾ ഈ ടൈമറിൽ നമ്മൾ 2-3 കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. എന്താണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അതിൽ 24 hours ടൈം സെറ്റ് ചെയ്യുക. 24 hours എന്ന് പറയുമ്പോൾ റെയിൽവേ ടൈം. ഓൾറെഡി നമ്മുടെ ബിൽഡിംഗ് ഇവിടെ ഉണ്ട്. ഇതിന് മേലെ വേസ്റ്റ് ആയിട്ട് കിടക്കുന്ന ഒരു സ്ലോപ്പ് ഉള്ള ഒരു ഡ്രസ് വർക്കാണത്. അതിന് മേലെ നമുക്ക് കൃഷി ചെയ്യാമെന്നുള്ളതിൻ്റെ ഒരു പരീക്ഷണം മാത്രം ചെയ്തത്. ഇത് വിജയിച്ചിട്ടുണ്ട്. നമ്മൾ കൂടുതൽ ഏരിയയിലേക്ക് ഇത് വ്യാപിപ്പിക്കാനുള്ള ഒരു ഐഡിയ ഉണ്ട്. ടൈം നോക്കിയിട്ട് ചെയ്യും. നമ്മൾ ബിൽഡിങ്ങിൽ മൊത്തം ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് കൃഷി ചെയ്യാൻ പറ്റും. സാറ് പിന്നെ ഇത് ഓട്ടോമാറ്റിക്കായി എപ്പോഴും വരേണ്ട ആവശ്യമില്ല അല്ലേ? ഇല്ല, നമുക്ക് ഇപ്പോൾ ആഴ്ചയിലൊക്കെ വന്ന് നോക്കിയാൽ മതി. എന്തെങ്കിലും ഇതിൽ വല്ല കരട് കൊടുങ്ങുകയോ അല്ലെങ്കിൽ വല്ല ബ്ലോക്ക് ഉണ്ടെന്നൊക്കെ വല്ല വീക്കിൽ നോക്കിയാൽ മതി. തൈയൊക്കെ എവിടുന്ന വാങ്ങിയത്? ഞാൻ ഫസ്റ്റിൽ ഇവിടെ ലോക്കൽ നഴ്സറിയിൽ നിന്നാണ് ഇതിൻ്റെ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ കുറച്ച് തൈകൾ വാങ്ങിച്ചിട്ട് ഇവിടെ നമ്മൾ വീട്ടിൽ വെച്ചിരുന്നു. അപ്പോൾ അത് ഒരു വർഷമായപ്പോൾ കായ്ച്ചു. അപ്പോൾ അതിൻ്റെ സ്റ്റെമ്പുകൾ കട്ട് ചെയ്തിട്ടാണ് ഇതിന് നമ്മൾ കൂടുതലായിട്ട് ചെയ്തിട്ടുള്ളത്. ഇതെല്ലാതും സ്റ്റെമ്പുകൾ കട്ട് ചെയ്തിട്ട് ഇപ്പോൾ ഇതുപോലുള്ള ഒരു സ്റ്റെമ്പ് നമുക്ക് വേണമെങ്കിൽ ഒരു പീസ് കട്ട് ഇത് നമുക്ക് വെച്ചിട്ടാൽ ഇത് അവിടെ ചെയ്തിട്ടുണ്ട്. ഇതാണ് ചെയ്തിട്ടുണ്ട്. ഇതിൽ തന്നെ വരുന്ന സ്റ്റെമ്പുകൾ നമ്മൾ എക്സ്ട്രാ ലെങ്ത് കൂടുതലൊക്കെ വരുമ്പോൾ കൂടുതൽ ലെങ്ത് ഉള്ള സ്റ്റെമ്പല്ല, മൂത്ത സ്റ്റെമ്പ് വേണമെന്ന് മാത്രം. ഇതേപോലെ സ്റ്റെമ്പ് വെച്ച് കൊടുത്താൽ എത്ര ദിവസത്തിനുള്ളത് പൊടിക്കുക? അതൊരു 1 മാസത്തിനുള്ളെല്ലാം സ്റ്റെമ്പ് വരും. പിന്നെ ഇത് എടുത്തിട്ട് നമുക്ക് ഇതിലോട്ട് പറിച്ച് ഇതിനെ പറിച്ചിട്ട് അങ്ങനെയാണ് ഇപ്പോൾ നമ്മൾ വ്യാപിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് ഇത്രയും തൈയുള്ളതല്ലേ. ഇപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് വേണമെങ്കിൽ 100-200 സ്റ്റെമ്പ് നമുക്ക് ഈസിയായിട്ട് വീണ്ടും ചെയ്യാൻ പറ്റും. ഇതിന് നമ്മൾ പുറത്തുനിന്ന് വാങ്ങുമ്പോൾ നഴ്സറിയിൽ നിന്ന് എന്ത് വില വരുന്നുണ്ട്? നഴ്സറി പല റേറ്റിലാണ് അവർ. ചിലർ 100 രൂപ ഒരു തൈയ്ക്ക് വാങ്ങിക്കുന്നുണ്ട്. ഓരോ നഴ്സറിയിലും അതിൻ്റെ പ്രായം സൈസൊക്കെ അനുസരിച്ചിട്ട് അവർ ചാർജ് ചെയ്യുന്നുണ്ട്. ഇത് കണ്ടില്ലേ, ഇത് ഡ്രിപ്പ് ഇറിഗേഷനാണ്. കണ്ട ഒരു തുള്ളിയായിട്ടാണ് ഇതിൻ്റെ നോബ്. ഇവിടെയാണ് വെള്ളത്തിൻ്റെ ഇത് കൺട്രോൾ ചെയ്യുന്നത്. കണ്ടില്ലേ? അപ്പോൾ അത് കാരണം ചെടിക്ക് ആവശ്യമുള്ള ഒരു തുള്ളി വെള്ളം ശരിക്കും കിട്ടുന്നുണ്ടോ, ആവശ്യത്തിനനുസരിച്ചിട്ടാണ് ഈ വെള്ളം സപ്ലൈ ചെയ്യുക. അതും ടൈമർ ആകുമ്പോൾ
കൃത്യമായി അളന്ന് മുറിച്ചിട്ടുള്ള വെള്ളത്തിൻ്റെ സിസ്റ്റമാണ് ഇവിടെ അഡോപ്റ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഈ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ കൃഷിയുടെ വിശേഷങ്ങൾ. ഈ സാറിന് അക്കിക്കാവിലൊരു തോട്ടമുണ്ട്, ഒരു 7 ഏക്കർ വരുന്നത്. അതിലും കുറേ ടെക്നോളജി സാർ അഡോപ്റ്റ് ചെയ്തിട്ടുണ്ട്. അതും നമുക്ക് മറ്റൊരു വീഡിയോയിൽ നമുക്ക് കാണാം. നമ്മൾ സാധാരണക്കാർക്ക് ഇപ്പം ഞാൻ ഈ സോളിനോയിഡ് വാൽവ് കുന്നംകുളത്തൊക്കെ അന്വേഷിച്ച് നോക്കി, പല കടകളിലും അന്വേഷിച്ചപ്പോൾ ആർക്കും ഇതിനെക്കുറിച്ച് ഒരു ധാരണയില്ല. അപ്പോൾ ഇങ്ങനത്തെ ടെക്നോളജീസ് എങ്ങനെയാണ് ഉപയോഗിക്കുക എന്നുള്ളത് സാറ് ഒരു വിദേശത്ത് കമ്പനി നടത്തുന്ന ആളായതുകൊണ്ടും ഇങ്ങനത്തെ ഒരു ഫീൽഡ് ആയതുകൊണ്ടും നമുക്കത് മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ സാറിൽ നിന്ന് തന്നെ നമുക്ക് കുറേ കാര്യങ്ങൾ പഠിക്കാം. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ അദ്ദേഹത്തിൻ്റെ അക്കിക്കാവിലുള്ള ഫാമിലേക്ക് നമുക്ക് പോകാം. അപ്പോൾ അതുവരേക്കും ഓക്കെ, താങ്ക് യു സാർ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. വാട്ട് ഈസ് ദി മാർക്ക് ഓഫ് ദി സ്റ്റോറി? എന്താണ് നമ്മുടെ ഇന്നത്തെ വീഡിയോൻ്റെ ഒരു പ്രധാനപ്പെട്ട ഹൈലൈറ്റ്സ്? ഒന്ന്, നമുക്ക് ഓട്ടോമാറ്റിക് ഡ്രിപ്പ് ഇറിഗേഷൻ സിസ്റ്റം. നമ്മൾ എപ്പോഴും നമ്മുടെ കൃഷിയിലായാലും എന്ത് തൊഴിലായാലും ടെക്നോളജി യൂസ് ചെയ്യണം. അറ്റ് ദി ഏർലിയസ്റ്റ് ബെറ്റർ ഇറ്റ് ഈസ്. നമ്മൾ എത്ര പെട്ടെന്നാണ് അത് യൂസ് ചെയ്യുന്നത് അത്രയും വർക്ക് ലോഡ് നമ്മുടെ കുറയും. ഇപ്പോൾ നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന ഈ ഓട്ടോമാറ്റിക് ഡ്രിപ്പ് ഇറിഗേഷൻ സിസ്റ്റത്തിന് അധികം ചിലവൊന്നുമില്ല, പക്ഷേ നമ്മുടെ എത്രത്തോളം ടൈമാണ് ഇവിടെ സേവ് ആവുന്നത്. ഇവിടെ സലാം സാറ് അത് ഇംപ്ലിമെൻറ്റ് ചെയ്ത കാരണം ഇറ്റ് വിൽ നോട്ട് ഇഫക്റ്റ് ഹിസ് ഡേ ടു ഡേ അഫെയേഴ്സ്. ആളുടെ കോറ് ആക്ടിവിറ്റീനെ ഒരു തരത്തിലും ബാധിക്കുന്നില്ല. ആൾ വീക്കിലി ഒക്കെയാണ് നമ്മുടെ ഈ തോട്ടത്തിൽ വരുന്നത്, പക്ഷേ കറക്റ്റ് ടൈമിന് അത് നനയ്ക്കുന്നുണ്ട്, എല്ലാം ക്ലിയറായിട്ട് നടക്കുന്നുണ്ട്. സോ ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് ടെക്നോളജി ഈസ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഇൻ അവർ വർക്ക് സെക്ടർ. പിന്നെ നമ്മൾ സാധാരണക്കാർ ശ്രദ്ധിക്കാത്ത ഒരു കാര്യമുണ്ട്. നമ്മൾ ടെറസിൻ്റെ മുകളിൽ ഒക്കെ കൃഷി ചെയ്യുമ്പോൾ പ്രോപ്പറായിട്ടുള്ള ഡ്രൈനേജ് സിസ്റ്റം ഒരുക്കാറില്ല. ഇവിടെ സാറ് കണ്ടില്ലേ, കറക്റ്റായിട്ട് വെള്ളം അതിലേക്ക് വരുന്നതും ഡ്രിപ്പ് ഇറിഗേഷൻ ത്രൂ, പിന്നെ വെള്ളം ഔട്ടാവുന്നതിന് ഒരു ഡ്രൈനേജ് സിസ്റ്റം സെറ്റ് ചെയ്തിട്ടുണ്ട്. അത് കാരണം നമ്മുടെ റൂഫിന് ഒരു കാരണവശാലും കംപ്ലൈൻറ്റ് വരില്ല. ഇതും നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഒരു മൈക്രോ ലെവൽ മാനേജ്മെൻറ്റാണ് നമ്മളെപ്പോഴും അഗ്രികൾച്ചറൽ സെക്ടറിൽ ഉപയോഗിക്കേണ്ടത്. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോ ആയി വരുന്നവരേക്കും എല്ലാവർക്കും നമസ്കാരം.